ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള സെമി ഫൈനൽ രണ്ടാമത്തെ മത്സരം അവസാനിച്ചപ്പോൾ ന്യൂസിലാൻഡ് 50 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലാസ്റ്റ് മില്ലറിന്റെ ഒരു വെടിക്കെട്ട് കാണാൻ ഇടയായി. 67 പന്തിൽ 100 റൺസ് എടുക്കാൻ മില്ലർക്കായി. പാഴായി പോയ ഒരു സെഞ്ചുറി എന്ന് പറയണം. സൗത്ത് ആഫ്രിക്ക 2023 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയും പരാജയപ്പെട്ടു. അപ്പോഴും മില്ലറിന്റെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു. എന്നാൽ ടീമിനെ വിജയത്തിലേക്കൊന്നും എത്തിക്കാൻ മില്ലർക്കായില്ല. എന്നാൽ ഒരു 5-6 ഓവർ മുമ്പേ എങ്കിലും മില്ലർ ഈ രീതിയിൽ കളിച്ചുവെങ്കിൽ ചിലപ്പോൾ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ മില്ലറിന് കഴിഞ്ഞേക്കാം. എന്നാലും പാഴായി പോയ ഒരു സെഞ്ചുറി. അങ്ങനെ പിന്നെയും ബിഗ് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്ന ടീമായി സൗത്ത് ആഫ്രിക്ക മാറി. 2024 ഇന്ത്യയോട് T20 ഫൈനൽ പരാജയപ്പെടുന്നു. 2023 ഓസ്ട്രേലിയയോട് സെമിയിൽ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇതാ ന്യൂസിലാൻഡിനോടും പരാജയപ്പെട്ട് ടീം ICC ചാമ്പ്യൻസ് ട്രോഫി 2025 നിന്ന് പുറത്തായി. വളരെ ദയനീയമായ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 362 റൺസാണ് ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാർ അടിച്ചുകൂട്ടിയത്. രവീന്ദ്ര 108 റൺസ്, 13 ബൗണ്ടറിയും 1 സിക്സും. വില്യംസൺ 102 റൺസ്, 94 ബോളിൽ നിന്ന് 10 ബൗണ്ടറിയും 2 സിക്സും. ഡാരിയൽ മിച്ചൽ 49 റൺസ്, 4 ഫോറും 1 സിക്സും. ലാദം ഫിലിപ്സ് 27 ബോളിൽ നിന്ന് 49 റൺസ്, 6 ഫോറും 1 സിക്സും അടിച്ചു. ഫിലിപ്സിന്റെ ഇന്നിങ്സ് ആണ് ഈ ഒരു സ്കോറിലേക്ക് ന്യൂസിലാൻഡിനെ കൊണ്ട് എത്തിച്ചത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇത്രത്തോളം ചേസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫിലിപ്സിന്റെ ആ ഇന്നിങ്സിന്റെ ഇമ്പോർട്ടന്റ്. എന്തായാലും ന്യൂസിലാൻഡ് നല്ലൊരു മാർജിനിൽ 50 റൺസ് മാർജിനിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. സൗത്ത് ആഫ്രിക്ക ബോളർമാരെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുന്നതായിട്ടാണ് കാണാനിടയായത്. ഇത്രയും ഒരു സെമി ഫൈനൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഇത്രയും റണ്ണ് വഴങ്ങേണ്ടതായിട്ടുണ്ടോ എന്ന് അവരുടെ ടീം മാനേജ്മെന്റ് പരിശോധിക്കേണ്ടതാണ്. 4 ഫാസ്റ്റ് ബോളർമാരായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും പാകിസ്ഥാനിലെ പിച്ചിൽ നിന്ന് ഫാസ്റ്റ് ബോൾ സ്പിന്നറാണ് അവർക്കുള്ളത്. മെയിൻ സ്പിന്നർ, ഒരു സ്പിന്നർ മഹാരാജ് 10 ഓവർ എറിഞ്ഞു, 65 റൺസ് വഴങ്ങി, വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. എന്തായിരുന്നു ആ സ്പിന്നർ ടീമിൽ ആഡ് ചെയ്തതിന്റെ ബെനിഫിറ്റ് എന്നറിയില്ല. ഒരു സ്പിന്നറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലതായിരുന്നേനെ. മാക്രമാണ് പാർട്ട് ടൈം ബോളറായിട്ട് എറിഞ്ഞു, 4 ഓവർ എറിഞ്ഞു, 23 റൺസ് വഴങ്ങി, വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. എന്നാലും ഈസിയായി ന്യൂസിലാൻഡ് ചേസ് ചെയ്തു. മില്ലറിന്റെ ചെറിയൊരു വെടിക്കെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 250 റൺസിന് താഴെ സൗത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ട് ആക്കാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞേനെ. എന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് ടീമാണ് ന്യൂസിലാൻഡ്. നല്ല ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ല രീതിയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും എല്ലാ ടീമിനെയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ന്യൂസിലാൻഡിനായി. എന്നാൽ ഇന്ത്യക്കെതിരെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെടുകയും ചെയ്തു. എന്നാലും സൗത്ത് ആഫ്രിക്കയുടെ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ബാബുമ 56 റൺസ്, ഡ്യൂസൻ 69 റൺസ്, മാക്ര 31 റൺസ്, ഡേവിഡ് മില്ലർ 100 റൺസ്. കാൽസന്റെ ഒരു ഇന്നിങ്സോ മാക്രത്തിന്റെ ഒരു ഇന്നിങ്സോ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞേനെ. മില്ലറിന്റെ കൂടെ കൂടി ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് മറ്റൊന്നായേനെ. ചിലപ്പോൾ ഇന്ത്യയെ നേരിടാൻ സൗത്ത് ആഫ്രിക്ക വന്നേനെ. എന്നാൽ അവരുടെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് മാച്ചുകളിൽ അവരുടെ മിക്കപ്പോഴും ഇങ്ങനെ തന്നെ